എനിക്കത് വേണ്ട. എനിക്ക് നല്ല എനർജി ആയിട്ടുള്ള ഗുഡ് മോർണിംഗ് മതി. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, സന്തോഷമാണോ? ന്യൂ ജനറേഷൻ പിള്ളേർ ഭയങ്കര ഇന്റലിജൻസ് ആണ് നമ്മുടെ പാട്ടിലൊക്കെ കേട്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇന്റലിജൻസ് ആണോ? ആണോ? സ്മാർട്ട് ആണോ? സ്മാർട്ട് ആണെങ്കിൽ അത് ഇന്ന് ഇവിടെ കാണണം കേട്ടോ. കാണുമോ? ഇന്ന് നമ്മള് ഇന്നലെ പഠിച്ച സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉണ്ടോ? എന്തുവാ ഇന്നലെ പഠിച്ചേ? ഇന്നലെ എന്തുവാ നമ്മൾ പഠിച്ചേ? എന്താ അതില്? അവൻ ഉറക്കമായിരുന്നു. എന്റെ കഥ കേട്ടപ്പോഴേ അവൻ ഉറങ്ങി പോയത്. എന്താ അതില്? ഇന്നലെ എന്തുവാ പഠിച്ചു നമ്മള്? ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. അതുപോലെ അശ്വിൻ എന്താണ് വലിയ വീട്ടിലൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഒരു ദിവസം അവന് പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. ആര്? കുട്ടനല്ലേ. അപ്പൊ അവന് വേണ്ടിയിട്ട് അവന്റെ ആ ആഗ്രഹം കണ്ടിട്ട് അവന്റെ അധ്യാപകരും കുട്ടികളൊക്കെ ചേർന്ന് അവനെ സഹായിച്ച് അവൻ പഠിച്ച് നല്ല രീതിയിൽ വളർന്നു. അപ്പൊ എന്താണ് അവന്റെ ജീവിതത്തിൽ എന്താണ് ഒരു വെളിച്ചം വന്നു അല്ലേ. അവൻ ഇരുട്ടിലായിരുന്നു, അവനൊരു പ്രകാശത്തിലേക്ക് അവൻ വന്നു. അത് നമ്മൾ അപ്പൊ എന്താണ് നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നു വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അതുപോലെ നിങ്ങളും പഠിച്ചൊക്കെ ഉയരണം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാറമേൽ പണിത വീടും മണ്ണിന്മേൽ പണിത വീടും, അങ്ങനെ ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ പാറ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ. അല്ലേ? പാറ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടിട്ടുണ്ട്? ആരൊക്കെ കണ്ടിട്ടുണ്ട്? പാറ കണ്ടിട്ടുണ്ടോ? അല്ലേ? കണ്ടിട്ടുണ്ടോ? പാറമേൽ പണിത വീട് എങ്ങനെയുള്ളതായിരിക്കും? വൃത്തിയുള്ളതായിരിക്കും. വൃത്തിയുള്ളതായിരിക്കും. പിന്നെ പോരട്ടെ. ഉറപ്പുള്ളതായിരിക്കും അല്ലേ. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതല്ലേ. പാറമേൽ പണിത വീട് എങ്ങനെയുള്ളതായിരിക്കും? സ്ട്രോങ്. ഇവിടെ കണ്ടോ, ആ ഒരു ആള് പാറമേല് വീട് പണിയുന്ന ഒരാളല്ലേ. പിന്നെ ഒരാള് ഏതാ? മണ്ണിന്മേൽ വീട് പണിയുന്നത്. മണ്ണിന്മേൽ വീട് പണിയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഉറപ്പില്ലാത്തതായിരിക്കും അല്ലേ. ഉറപ്പില്ലാത്തതായിരിക്കും. അങ്ങനെ ഇപ്പൊ ഒരു കാറ്റോ മഴയോ ഒക്കെ വരുമ്പോ ഏത് വീടായിരിക്കും നശിച്ചു പോകുന്നത് പെട്ടെന്ന്? മണ്ണിന്മേൽ പണിത വീടായിരിക്കും നശിച്ചു പോകുന്നത് അല്ലേ. പാറമേൽ പണിത വീടോ? അത് എന്തുകൊണ്ട് പോകാത്തെ? ഉറച്ചിരിക്കുക. അത് എന്തിന്മേൽ പണിതോണ്ട് ഉറച്ചിരിക്കുന്നേ? പാറ. അപ്പൊ ആ പാറയിലാണ് ആ വീട് പണിതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ആ വീട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. കാറ്റോ മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ആ പാറ എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ്. ആരാ? യേശു കർത്താവ്. ആ യേശു കർത്താവിലായിരിക്കണം ആര് നിൽക്കേണ്ടത്? ജുവാൻ പറഞ്ഞു ഞാൻ നിൽക്കേണ്ടതെന്നല്ലേ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആരിന്മേലായിരിക്കണം നിൽക്കേണ്ടത്? ദൈവത്തിന്റെ മേൽ, യേശു കർത്താവിന്റെ മേലായിരിക്കണം അല്ലേ. ജീസസിന്റെ മേലായിരിക്കണം അല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അതോ മണ്ണിൽ നിന്നാ മതിയോ? യേശുവിന്റെ നിന്നാ എന്നാ പറ്റും? ഒന്നും വരുന്നില്ലേ. നമ്മൾ സ്ട്രോങ് ആയിരിക്കും അല്ലേ. നമ്മൾ ഭയങ്കര ഇപ്പൊ നമ്മുടെ ഈ പാട്ടിലൊക്കെ നമ്മൾ പഠിച്ചു. ന്യൂ ജനറേഷൻ പിള്ളേർ, ഇന്റലിജൻസ് പിള്ളേർ, അങ്ങനെ പാടിയാൽ മാത്രം മതിയോ? ഡാൻസ് കളിച്ചാൽ മാത്രം മതിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര സ്ട്രോങ് ഉള്ളവരായിരിക്കും. സ്ട്രോങ് ഉള്ളവരാണെങ്കിൽ നമ്മള് ദൈവത്തില് ആയിരിക്കണം. നമ്മുടെ ജീവിതം ജീസസിലായിരിക്കണം. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും തോമസ് ആൽവ എഡിസനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? അയാള് വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. ആര്? തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചതെന്നറിയാവോ? അറിയത്തില്ല. നിങ്ങൾ ആരും GK ഒന്നും പഠിച്ചിട്ടില്ലേ? ഇവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കണ്ടുപിടിച്ചേ?
ബൾബ്. എന്താ ബൾബ് കണ്ടുപിടിച്ചത് ആരാ? തോമസ് ആൽവ എഡിസൺ. ആരാണ് ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ഉണ്ടല്ലോ, ഒട്ടും പഠിക്കത്തില്ല. പഠിക്കാത്തൊരു കൊച്ചായിരുന്നു. ആര്? തോമസ് ആൽവ എഡിസൺ അല്ലേ? അവൻ സ്കൂളില് പഠിക്കത്തേ ഇല്ലായിരുന്നു. അങ്ങനെ പഠിക്കാതെ വന്നപ്പോൾ അവന്റെ അധ്യാപകര് അവനോട് പറഞ്ഞു, നീ വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. കാരണം എന്താ? അവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവൻ പഠിക്കത്തില്ല. അവനെ പഠിപ്പിക്കാൻ നേരം കൊണ്ട് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുവാണെങ്കിൽ അവർക്ക് ഇച്ചിരി ഗുണമായിരിക്കും. അധ്യാപകര് ആരോട് പറഞ്ഞു? അവന്റെ അമ്മയോട് പറഞ്ഞു. ആരോട് പറഞ്ഞ്? അവന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പക്ഷെ എന്ത് ചെയ്ത് അവനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. അവനോട് പറഞ്ഞു, നീ ഇനി സ്കൂളിൽ പോവണ്ട, നീ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ ഒരു സ്കൂളിലൊന്നും പോകാതെ താൻ എന്ത് ചെയ്തു? കുറെ പരാജയങ്ങളിൽ നിന്ന്. ഈ ബൾബ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചാണോ അദ്ദേഹം? അല്ല. ഒന്ന് ചെയ്യും, ഒരു ശ്രമം ചെയ്യും, പിന്നെ അത് പോകും, പിന്നെയും ചെയ്യും, പിന്നെ അത് എന്ത് ചെയ്യും? ഫെയിലായി പോകും. അങ്ങനെ 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 എന്താ ഓരോരോരോ കാര്യങ്ങൾ ചെയ്താണ് അദ്ദേഹം ആ വിജയത്തിലേക്ക് വന്നത്. അപ്പൊ പരാജയം എന്തായാലും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. പക്ഷെ പരാജയം വന്നിട്ട് അയ്യോ അമ്മ അച്ഛാന്ന് പറഞ്ഞിങ്ങനെ എന്നാ മതിയോ? അയ്യോ എന്താ ദൈവം എനിക്ക് ഇങ്ങനെ വരുന്നത്? പഠിക്കാനായിട്ട് പുറകോട്ടുള്ള ഒത്തിരി കുട്ടികൾ ഉണ്ടായിരിക്കാം. നമുക്ക് ചിലപ്പോ നമ്മള് സത്യം പറഞ്ഞാല് ഒരു കുട്ടി വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുകയേ ചെയ്യരുത്. ഒരു ക്ലാസ് ഞാൻ ഈ മിക്ക പേരൻസിനാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മറ്റൊരു കുട്ടി പഠിച്ചില്ലെങ്കിൽ ചിലപ്പോ അവൻ അത്രയും മാർക്ക് വാങ്ങി. നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം അല്ലേ? ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ്. അവൻ അത്രയും നല്ല മാർക്ക് വാങ്ങി, നിനക്കും വാങ്ങായിരുന്നല്ലോ. ഇപ്പൊ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരണ്ടൊക്കെ കാരണം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അല്ലേ? അതുപോലെ +2 അങ്ങനെ. അപ്പൊ ഇതിലൊക്കെ ഫെയിൽ ആയാലും അതിന് പിന്നെ എഴുതാനായിട്ടുള്ളൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെയും നമുക്ക് വേണം എന്താ? പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയൊക്കെ എഴുതാം. പരാജയം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെ മനുഷ്യരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുള്ള പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നേ? 6 വയസ്സുള്ള പിള്ളേരുണ്ട്, 17 വയസ്സുള്ള. ഓരോ പ്രായത്തിലും ഓരോ പ്രശ്നങ്ങൾ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ രോഗം വന്നിട്ടായിരിക്കാം അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ജീവിതത്തില് പരാജയങ്ങള് ഉണ്ടാവോ? അതെല്ലാരും കാണുന്ന പിള്ളേരാണോ? അങ്ങനെ പിള്ളേരും ഉണ്ടായിരിക്കും, രീതിയിൽ ബ്രില്യന്റ് ആയിട്ടുള്ള പിള്ളേരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ തോൽവിയിൽ നിന്നൊക്കെ വേണം എന്ത് ചെയ്യാൻ? വിജയത്തിലേക്ക് വരാൻ. വിജയത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. ആരുണ്ടായിരിക്കണം? ജീസസ്. അങ്ങനെ തോമസ് ആൽവ എഡിസൺ ഓരോ പരാജയത്തിൽ നിന്നാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചത്? ബൾബ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ബൾബ് കണ്ടുപിടിച്ച ആരാന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഇന്നൊരു ടെർമിനോളജി കിട്ടിയില്ലേ? ആരാ കണ്ടുപിടിച്ചേ? തോമസ് ആൽവ മെഡിസിൻ അല്ല, എഡിസൺ. മെഡിസിൻ അല്ല, തോമസ് ആൽവ എഡിസൺ. എന്തുവാ? എഡിസൺ തോമസ്. ഇതെന്ത് പഠിച്ചിട്ട് പോയാ മതി. തോമസ് ആൽവ എഡിസൺ. ഇനി മറക്കുവോ? ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ബൾബ് കണ്ടുപിടിച്ച ആരാ ചോദിച്ചാൽ പറഞ്ഞേക്കണം. ഓക്കെ, എനിക്ക് കഥ ഇഷ്ടായോ? അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സ്ട്രോങ് ഉള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതം ആരിലായിരിക്കണം? യേശുവിലായിരിക്കണം. നമ്മുടെ ജീവിതം യേശുവിലായിരുന്നാൽ മാത്രമേ ഉള്ളൂ. പരാജയം വന്നാലും സങ്കടം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പിന്നെയും പുതിയൊരു ജീവിതം അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ
എന്താണ് പ്രശ്നം വരുമ്പോ അയ്യോ അമ്മ എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു തോട്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്നല്ലേ, എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് കഴിവുകളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തെടുക്കാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം. തോമസ് ആൽവ എഡിസൺ എന്താണ് പഠിക്കാനായിട്ട് ഭയങ്കര കുറവുള്ള ആളാണ്. പക്ഷെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് അയാൾ മാറി. അതെന്തുകൊണ്ടാ? അയാള് ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ? പരാജയം വന്നാലും എന്ത് ചെയ്തു? അയാള് വിജയത്തിലേക്ക് ഓവർകം ചെയ്തു. ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഇഷ്ടമായോ എല്ലാവർക്കും? നമുക്കൊരു വാക്യം പഠിച്ചാലോ? ഓക്കെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യം. ദൈവം തന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. ദൈവം തന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. ഒരാൾ വന്ന് പറയാവോ? ഡെലിവറി പറയാൻ വേണ്ടി വേണോ? ഓടുക. ഡെലിവറി നല്ലൊരു പേരുണ്ട്. ദൈവം വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. കൈയടിച്ചേ. കാണാതെ പറയൂ. നീ പഠിച്ചിട്ട് പറയുവോ? പഠിച്ചിട്ട് പറയുവോ? ഒന്നുകൂടെ നമുക്കൊന്ന് പഠിക്കാം. ദൈവം തന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. 2 കൊരിന്ത്യർ 4:6. 2 കൊരിന്ത്യർ 4:6. ദൈവം തന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. ദൈവം തന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. പഠിച്ചോ?